Dear students, very good morning all. Once more all are welcome to auditing video classroom. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് ക്യാഷ് പേയ്മെന്റ്. ഒരു ക്യാഷ് പേയ്മെന്റ് സിസ്റ്റം ഒരു ഫേമിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നല്ലൊരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യുക. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് റെസീറ്റ്സും അതുപോലെ ക്യാഷ് പേയ്മെന്റും ഉണ്ടായിരിക്കും. ഒരു പേയ്മെന്റിനകത്ത് എങ്ങനെയാണ് നല്ലൊരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. The following system of internal check may be good as regards cash payment. Cash payment കേസിൽ താഴെ പറയുന്ന ഫാക്ട് കൺസിഡർ ചെയ്തു പോയാൽ നല്ല ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഫേമിനകത്ത് ക്യാഷ് പേയ്മെന്റ് എന്ന് പറയുന്ന ഇവന്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ, it is better that there should be a separate paying cashier. അപ്പോൾ ക്യാഷ് പേയ്മെന്റിന് ഒരു സെപ്പറേറ്റ് പേയിങ് കാഷ്യർ ഉണ്ടായിരിക്കണം. പേയിങ് കാഷ്യർ ആദ്യം വേണ്ടതാണ്. അതായത് ക്യാഷ് പേയ്മെന്റ് നടത്തുന്നതിന് ഒരു സെപ്പറേറ്റ് കാഷ്യർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ഹി ഷുഡ് നോട്ട് ഹാവ് ആക്സസ് ടു ദ ലെഡ്ജേഴ്സ്. അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല? ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട് യാതൊരു കാരണവശാലും ആക്സസ് ചെയ്യാൻ പാടില്ല. ഹി should not have access to the ledgers. അപ്പോൾ ലെഡ്ജർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള ലെഡ്ജേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് ലെഡ്ജേഴ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഈ സെപ്പറേറ്റ് പേയിങ് കാഷ്യറുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, വിത്ത് റിഗാർഡ്സ് ടു പെറ്റി ക്യാഷ് പേയ്മെന്റ് ഇംപ്രസ്ഡ് സിസ്റ്റം ഈസ് ഫോളോഡ്. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ഹ്യൂജ് എമൗണ്ട് പേയ്മെന്റ് ക്യാഷ് പേയ്മെന്റ് നടത്തുന്നതും അതുപോലെ പെറ്റി ക്യാഷ് പേയ്മെന്റും ഫോളോ ചെയ്യുന്നതും. ഇപ്പൊ രണ്ടാമത്തെ ഫാക്ടറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെഡ്ജർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ലെഡ്ജർ എന്ത് ചെയ്യാൻ പാടില്ല? ആക്സസ് ചെയ്യാൻ പാടില്ല. ആരാണ്? ഈ സെപ്പറേറ്റ് പേയിങ് ക്യാഷ്. മൂന്നാമതായി പറയുന്നത് പെറ്റി ക്യാഷിന് ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യണം എന്നാണ്. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ്. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ഫോളോ ചെയ്യണം. എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഒരു ഹ്യൂജ് എമൗണ്ട് ക്യാഷ്യർക്ക് രാവിലെ കൊടുക്കുകയാണ്. ഓരോ ദിവസവും വർക്കിംഗ് ഡേയില് എന്ത് ചെയ്യുന്നു? പെറ്റി ക്യാഷ്യർക്ക് ഒരു സം എമൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സം എമൗണ്ടിന് ഓരോ ഇവന്റിനും വേണ്ടി, ഇപ്പൊ സപ്പോസ് ഒരു 1000 rupees ആണ് കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഈ 1000 rupeesൽ ഇപ്പൊ 10 രൂപേന്റെ ഒരു ഐറ്റം, അതുപോലെ 100 rupeesന്റെ ഒരു ഐറ്റം, 95 rupeesന്റെ ഒരു ഐറ്റം, 5 rupeesന്റേത്, 15 rupeesന്റേത്, ഇങ്ങനെ ഓരോ ഐറ്റത്തിനും ഒരു സ്മോൾ എമൗണ്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പെറ്റി ക്യാഷ് രൂപീകരിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എടുക്കുക, 1000 നിന്നും ഡിഡക്ട് ചെയ്യുക, ബാലൻസ് എമൗണ്ട് റിട്ടേൺ ചെയ്യുക. അതാണ് എന്ത് പെറ്റി ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ദ പെറ്റി ക്യാഷ് പേയ്മെന്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദ പെറ്റി കാഷ്യർ ഓൺലി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു സെപ്പറേറ്റ് പെറ്റി കാഷ്യർ ഉണ്ടായിരിക്കണം. പെറ്റി കാഷ്യർ. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് പേയിങ് കാഷ്യർ ഉണ്ടാവണം. പേയിങ് കാഷ്യർ ലെഡ്ജർ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പാടില്ല. ദെൻ ഇംപ്രസ്ഡ് സിസ്റ്റം ആയിരിക്കണം പെറ്റി ക്യാഷിൽ ഫോളോ ചെയ്യേണ്ടത്. പെറ്റി ക്യാഷ് പേയ്മെന്റ് നടത്തുന്നതിന് ഒരു പെറ്റി ക്യാഷ് കാഷ്യർ തന്നെ എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്യണം. ദെൻ ഓൾ പേയ്മെന്റ് ഈസ് ടു ബി മെയ്ഡ് ബൈ പ്രോപ്പർ അതോറിറ്റി ആൻഡ് സപ്പോർട്ടഡ് ബൈ പ്രോപ്പർ വൗച്ചേഴ്സ്. അത് ഓരോ വൗച്ചറും ഉണ്ടായിരിക്കണം അതിന്. അതായത് ഒരു എന്താ പറയാ, പ്രോപ്പർ അതോറിറ്റി ആയിരിക്കണം ഈ പേയ്മെന്റ് നടത്തുന്നത്. All payment is to be made by proper authority then and supported by proper voucher. അപ്പോൾ പേയ്മെന്റ് നടത്തുന്നത് എന്തായിരിക്കണം? അതോറിറ്റി ആവണം, കൺസേൺഡ് അതോറിറ്റി ആയിരിക്കണം. ഈ അതോറിറ്റി നടത്തുന്നതിനും എന്ത് ചെയ്യണം? സപ്പോർട്ടഡ് വൗച്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ സപ്പോർട്ടിങ് വൗച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഓൾ പേയ്മെന്റും അതോറിറ്റി ആണെങ്കിൽ പോലും നടത്താൻ വേണ്ടി പാടുള്ളൂ. ദെൻ all payment as far as possible over a certain made amount shall be made by check.
ഇപ്പോൾ ഓവർ ആൻഡ് അബോവ് ആണെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട്, ഒരു എക്സസ് എമൗണ്ട് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചെക്ക് ഫോളോ ചെയ്യണം. അപ്പോൾ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരും. ചെക്ക് അതായത് ഒരു സർട്ടൺ എമൗണ്ടിന്റെ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ദാറ്റ് മീൻസ് ഓൾ പേയ്മെന്റ് ആസ് ഫാർ ആസ് പോസിബിൾ ഓവർ എ സർട്ടൺ മെയ്ഡ് എമൗണ്ട് ഷാൽ ബി മെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ ചെക്കിലൂടെ മാത്രം എന്ത് ചെയ്യുക? ആ ക്യാഷ് പേയ്മെന്റ് നടത്തുക. ഇനി ചെക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആരാണോ അതിന്റെ പേയ് ആരാണെന്നുള്ളത് ആ പേയിന്റെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ചെക്ക് കൊടുത്താൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ചെക്ക് കൊടുക്കുന്ന സമയം all checks that are issued must be crossed. ചെക്ക് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത ചെക്ക് ആയിരിക്കണം. 7th one, ക്രോസ്ഡ് ചെക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്രോസ് ചെയ്യുക എന്താ? ചെക്ക് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട് പേയി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ചെക്ക് പേയ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ ചെക്ക് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കും, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ദാറ്റ് മീൻസ് 2 പാരലൽ ലൈൻസ് എന്ത് ചെയ്യുന്നു? ചെക്കിന്റെ സൈഡിൽ ഡ്രോ ചെയ്യുന്നു. അതിനകത്ത് എഴുതിയിട്ടോ എഴുതാണ്ടയോ ക്രോസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഡ്രോ ചെയ്താലും അത് ചെക്ക് ക്രോസ് ചെയ്ത്, ഇനി ഇത് ക്രോസ് ചെയ്യുന്ന ഈ ലൈന് വരയ്ക്കാതെ അക്കൗണ്ട് പേ എന്ന് എഴുതാം. ദെൻ നോട്ട് നെഗോഷ്യബിൾ എന്ന് റൈറ്റ് ചെയ്യാം. എഴുതിയിട്ട് ലൈന് വരയ്ക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സിമ്പിൾ ക്രോസിംഗ് ഉണ്ട്, ഡബിൾ ക്രോസിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു ഓവർ ആൻഡ് അബോവ് എമൗണ്ട് ആണെങ്കിൽ ചെക്കിലൂടെ കൊടുക്കണം. ചെക്ക് കൊടുക്കുന്നത് എല്ലായ്പ്പോഴും ചെക്ക് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ അക്കൗണ്ട് പേയി ഓർ നോട്ട് നെഗോഷ്യബിൾ എന്ന് റൈറ്റ് ചെയ്തുകൊണ്ട് ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ദെൻ all cancelled check must not be destroyed. It should be attached with the counterfoil with stamp cancelled. ഇപ്പോൾ ക്യാൻസൽ ആവുന്ന ചെക്ക് ഇപ്പോൾ എന്തെങ്കിലും സഫീഷ്യന്റ് ഫണ്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡേറ്റ് തെറ്റായത് കൊണ്ടോ പാർട്ടീസിന്റെ പേര് തെറ്റായത് കൊണ്ടോ വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതിയതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഇല്ലാണ്ട് വരികയോ അങ്ങനെ ഒരുപാട് കാരണത്താൽ ചെക്ക് എന്ത് ചെയ്യാറുണ്ട്? ക്യാൻസൽ ചെയ്ത് പോവാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെക്ക് ക്യാൻസൽ ചെയ്ത് പോകുന്നത് ചെക്കിന് എന്ത് ചെയ്യാതെ നശിപ്പിക്കാൻ പാടില്ല. അത് എന്ത് ചെയ്യണം? ക്യാൻസൽഡ് ആണ് എന്ന് സ്റ്റാമ്പ് അടിച്ചുകൊണ്ട് അത് സെപ്പറേറ്റ് മാറ്റി വെക്കേണ്ടതുണ്ട്. ക്യാൻസൽഡ് ചെക്ക്. ഓക്കെ, ദെൻ all vouchers in support of payment must be filed separately in serial order. അപ്പോൾ നമ്മൾ പറഞ്ഞ വൗച്ചർ ഉണ്ടായിരിക്കണം, സപ്പോർട്ടിംഗ് വൗച്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് വൗച്ചർ എന്നാണ് സീരിയൽ നമ്പർ ഓർഡർ പ്രകാരം അത് എന്ത് ചെയ്യണം? ഓർഡർ ചെയ്ത് വെക്കേണ്ടതാണ്. സെപ്പറേറ്റ്ലി സീരിയൽ ഓർഡേഴ്സ് അതെന്ത് ചെയ്യുന്നു? ഫയൽ ചെയ്ത് വെക്കണം. ഓക്കെ, ഓരോ വൗച്ചറും ഇപ്പോൾ ഓരോ ജേണൽ എൻട്രി അല്ലെങ്കിൽ ഓരോ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള വൗച്ചർ, ഇപ്പോൾ പ്രൈമറി വൗച്ചർ ഉണ്ടാവാം, കൊളാറ്ററൽ വൗച്ചർ ഉണ്ടാവാം. അപ്പോൾ ഈ വൗച്ചർ എന്തായിരിക്കണം? അതിന്റെ സീരിയൽ നമ്പർ, വൗച്ചറിന്റെ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ സീരിയൽ നമ്പർ ബേസിൽ അത് ഓർഡറിൽ ഫയൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, then when check is prepared the relevant bill should be stamped as paid to prevent second payment. ഓക്കെ, അപ്പൊ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടീസിന് എന്തായി? പേയ്മെന്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആ പാർട്ടീസിന് പേയ്മെന്റ് കൊടുത്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് എഴുതി കാണിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? രണ്ടാമത് ആ പാർട്ടിക്ക് മറ്റൊരു ആൾ വരുമ്പോൾ വീണ്ടും ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സെക്കൻഡ് പേയ്മെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾക്ക് അത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഷോപ്പിൽ ചെന്ന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയം നമ്മളെന്താണ് ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് പോരുമ്പോൾ ബില്ലിൽ അവരെന്ത് ചെയ്യുന്നു? ബില്ലിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റാമ്പ് അടിക്കുന്നുണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞു. അതായത് ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാഷ് ബില്ലിന്റെ മേലെ അറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ അക്നോളജ്മെന്റ് ഷാൽ ബി ഒബ്റ്റൈൻഡ് ഫോർ ഓൾ പേയ്മെന്റ്സ് മെയ്ഡ്. ഇപ്പൊ സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടീസിൽ നിന്നും പേയ്മെന്റ് കിട്ടി എന്നുള്ള റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. Then the persons responsible for passing checks and preparing checks should be clearly mentioned. അപ്പോൾ നമ്മൾ ഒരാൾ മുഖേന ചെക്ക് കൊടുത്തു വിടുകയോ അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആരിലൂടെയാണ് ചെക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെക്ക് ട്രാൻസാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടി വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ബിഫോർ ഇഷ്യൂയിങ് ചെക്ക് ടു എ ട്രേഡർ ക്രെഡിറ്റർ. ദാറ്റ് മീൻസ് ഒരു ക്രെഡിറ്റർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ഇഷ്യൂ ചെയ്യുക. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഫോമിന്റെ സപ്ലയർ ആണ്. ഓക്കെ, അപ്പൊ ആ സപ്ലയർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. His larger amount is to be verified with confirmation letter and statement. അപ്പോൾ ക്രെഡിറ്റർ നമ്മൾക്ക് ടോട്ടൽ എമൗണ്ട്
എമൗണ്ട് ഡ്യൂ ആയിട്ടുള്ളത് എത്രയാണ്? അപ്പോൾ മേ ബി ഡിസ്കൗണ്ട് ഒക്കെ അലൗ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ആഫ്റ്റർ ഡിസ്കൗണ്ടിൽ കൊടുക്കേണ്ട പേയ്മെന്റ് എത്രയാണ്, അതും നമ്മൾ ഇഷ്യൂ ചെയ്തുള്ള ചെക്കിലെ എമൗണ്ടും ഈക്വൽ ആണ് എന്നുള്ളത് കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് ചെക്ക് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്കിലെ എമൗണ്ട് വെരിഫൈ ചെയ്യുന്നു, രണ്ടും ഈക്വൽ ആണെന്ന് എൻഷുർ ചെയ്യലാണ് ഇവിടെ കൺഫർമേഷൻ നേടുക എന്ന് പറയുന്നത്. ഓക്കെ, then now capital expenditure is to be made without proper authorization from the management. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യരുത്, അതായത് ഒരു പ്രോപ്പർ അതോറിറ്റീന്റെ സാങ്ഷൻ ഇല്ലാത്ത ഒരു ഇവന്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു കാഷ്യറോ അല്ലെങ്കിൽ ഒരു ക്ലർക്കോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റോ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, ആ ഫോമിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഇവരായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എമൗണ്ട് എത്ര എന്നുള്ളതിന് ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി ഉള്ള ഇവന്റ് മാത്രമേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാറ്റി വെക്കപ്പെടാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ പീരിയോഡിക്കലി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആർ ടു ബി പ്രിപ്പയർഡ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തുവിട്ട ക്യാഷ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. പാസ്ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടുള്ള എമൗണ്ടും ഈക്വൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ. കാരണം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് ഇപ്പോൾ കമ്പനിയിലെ ഒരു പിയൂന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലർക്കിന്റെ കയ്യിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അറ്റൻഡറുടെ കയ്യിലോ ബാങ്കിൽ അടക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തു കൊടുക്കുന്നു. ഓക്കെ, ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആണ്. ഇപ്പോൾ വലിയ വലിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഡെയിലി ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പാർട്ടിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ എമൗണ്ട് കൊടുത്തു വിടുമ്പോൾ ഇവിടെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് റൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷ്യർ എന്ത് ചെയ്യണം, അത് റൈറ്റ് ചെയ്ത് വെക്കണം. ഇത്ര എമൗണ്ട് ഇന്ന ആളുടെ കയ്യിൽ ബാങ്ക് ഡെപ്പോസിറ്റിന് വേണ്ടി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും എമൗണ്ട് ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ പാസ്ബുക്ക് വെരിഫൈ ചെയ്യുമ്പോൾ ബാങ്കിലുള്ള പാസ്ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടുള്ള എമൗണ്ടും നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞത്. ഓക്കെ, ഓൾ പേയ്മെന്റ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് മാത്രമേ റൈറ്റ് ചെയ്യുള്ളൂ, ക്യാഷ് റിസീവ് ചെയ്തതും ക്യാഷ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളതും, അതാണ് ക്യാഷ് ബുക്കിൽ റൈറ്റ് ചെയ്യുക. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് എപ്പോഴും റെസീറ്റ്സ് ആയിരിക്കും. ദെൻ അതിന്റെ പേയ്മെന്റ് ഒക്കെ റൈറ്റ് ചെയ്യുന്നത് ഏത് സൈഡിലായിരിക്കും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഇതാണ് ക്യാഷ് എന്ന ലെഡ്ജർ അക്കൗണ്ടും മറ്റു ലെഡ്ജർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. സാധാരണഗതിയിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും റൈറ്റ് ചെയ്യുക. പക്ഷെ ക്യാഷ് ബുക്ക് റൈറ്റ് ചെയ്യുന്ന സമയത്ത് റെസീറ്റ്സ് ഒക്കെ അതിന് ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലുമാണ് റൈറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പേയ്മെന്റ് നടത്തിയാലും ആ പേയ്മെന്റ് പൂർണ്ണമായിട്ടും ക്യാഷ് ബുക്കിൽ റൈറ്റ് ചെയ്യണം. Then actual cash balances should be physically verified within the cash book by the responsible official. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ആക്ച്വൽ ക്യാഷ് ഡെയിലി ഡേ ബൈ ഡേയിൽ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണോ ഡെയിലി ബാലൻസ് ഉള്ളത് അത് ഫിസിക്കലി വെരിഫൈ ചെയ്തുകൊണ്ട് എൻഷുർ ചെയ്യണം. എന്നിട്ട് ബുക്കിൽ റൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും ഇവിടെ ബാലൻസ് ഉള്ള എമൗണ്ടും ഈക്വൽ ആയിരിക്കണം. Okay, then unused checkbook should be kept under lock and key. ഇപ്പോൾ അൺയൂസ്ഡ് ചെക്ക്, ഇപ്പോൾ മേ ബി കമ്പനീൻ്റെ MD അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർമാർ അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് ഇവരൊക്കെ പുറത്ത് കമ്പനീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ചെക്കിന്റെ മേലെ സൈൻ ചെയ്ത് വെച്ചിട്ടായിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ സൈൻ ചെയ്ത് യൂസ് ചെയ്യാത്ത ചെക്കുകൾ എന്ത് ചെയ്യണം, നല്ല ലോക്കറിൽ സൂക്ഷിക്കണം. അതായത് ഒരു റെസ്പോൺസിബിൾ ഒഫീഷ്യലിന്റെ കീഴിൽ ആ ചെക്ക് യൂസ് ചെയ്യണം. അൺഓതറൈസ്ഡ് യൂസസ് അതിന്റെ മേലെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, then if payment exceeds ₹5,000 the voucher should be a sufficient revenue stamp. അപ്പോൾ എമൗണ്ട് എപ്പോൾ പേയ്മെന്റ് നടത്തുമ്പോഴും അതിനൊരു മോർ ദാൻ 5,000 rupees ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ₹1 റവന്യൂ സ്റ്റാമ്പ് അതിന്റെ മേലെ അറ്റാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ പേയ്മെന്റ് കൊടുത്തു തീർക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്നും ഒരു ₹1 സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് വേണം 5,000 rupees എബവ് പേയ്മെന്റ് നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ക്യാഷ് പേയ്മെന്റിന്റെ കേസിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യൂണിറ്റിൽ ക്യാഷ് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്തിയെന്ന് പറയാം.
അപ്പോൾ ഒരു ക്യാഷ് പേയ്മെന്റിൽ ഇന്റേണൽ ചെക്ക് സിസ്റ്റം എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? അപ്പൊ അവിടെ കാഷ്യറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്ങനെ ആയിരിക്കണം, എത്രമാത്രം വിജിലന്റ് ആയിരിക്കണം ഒരു കാഷ്യർ എന്ന് പറയുന്നതാണ്. അപ്പൊ സപ്പോസ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാഷ്യർ പോസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് വളരെ റിസ്ക് ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഹെഡേക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ക്യാഷ് ആണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കാണും പോലെ അല്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ കാഷ്യർ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. കാരണം ഒരുപാട് ഇവന്റ്, ഒരുപാട് സമയങ്ങളിൽ ഒരു 24 hours അല്ലെങ്കിൽ ഒരു 8 hours നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രാൻസാക്ട് ചെയ്യേണ്ടി വരും. അതിനിടയ്ക്ക് ഒരുപാട് ആൾക്കാർ ക്യാഷ് ചോദിച്ചു വരും, ക്യാഷിന്റെ ഇൻസൈഡിൽ ട്രാൻസാക്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ വരുന്ന സമയം ഇതിനൊക്കെ എന്തുണ്ടായിരിക്കണം, പ്രോപ്പർ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്തായി, സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ.